15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളന അവലോകനത്തിലേക്ക് സ്വാഗതം. പതിമൂന്നാം സമ്മേളനത്തിന്റെ 19ാം ദിവസമായ ഇന്ന് സഭാതലം വിശദമായ ചർച്ചകൾക്കാണ് വേദിയായത്. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകി. കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബി മുഖേനയുള്ള പുരോഗതി, ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് പദ്ധതി, പാലങ്ങളുടെ അടിഭാഗങ്ങളിൽ സുസ്ഥിര നഗര സൗന്ദര്യവൽക്കരണം എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് നെഗോഷ്യബിൾ പർച്ചേസിന് വേണ്ടി നിയമനിർമ്മാണം പരിഗണനയിലാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സഭയെ അറിയിച്ചു. സർ, നിലവിലുള്ള നിയമപ്രകാരം നെഗോഷ്യബിൾ പർച്ചേസ് വഴി ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ആലോചിക്കുന്നത്, നമ്മുടെ ഗവൺമെന്റ് ആലോചിക്കുന്നത്, തെലുങ്കാന, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന നിയമത്തിന്റെ മാതൃകയിൽ കേരളത്തിലും നെഗോഷ്യബിൾ പർച്ചേസിന് വേണ്ടി ഒരു നിയമനിർമ്മാണം നടത്തുന്ന കാര്യം കേരളം ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ സുതാര്യതയ്ക്ക് LAMS സോഫ്റ്റ്വെയർ ഉടൻ സംസ്ഥാനത്തിന് സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സാർ, 6 മാസത്തിനുള്ളിൽ 4-1 മുതൽ പൂർണ്ണമായും വില കൊടുക്കുന്നത് വരെയുള്ള മുഴുവൻ നടപടിക്രമങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് സുതാര്യമായി മനസ്സിലാക്കുന്ന വിധത്തിലുള്ള ഒരു LAMS സോഫ്റ്റ്വെയർ വികസിപ്പിച്ച് കേരളത്തിന് സമർപ്പിക്കാം. സംസ്ഥാനത്തെ സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യ വികസനത്തിൽ വലിയ തോതിൽ മുന്നേറാൻ കിഫ്ബി ഫണ്ട് വഴി കഴിഞ്ഞിട്ടുള്ളതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് വേണ്ടി മന്ത്രി സജി ചെറിയാൻ സഭയെ അറിയിച്ചു. 973 സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യ വികസനത്തിന് കിഫ്ബി ഫണ്ട് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനായുള്ള ശ്രമങ്ങൾക്ക് ഏറെ സഹായകമാണ് മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങൾ. സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യ വികസന കാര്യത്തിൽ വലിയ തോതിൽ മുന്നേറാൻ കിഫ്ബി ഫണ്ട് വഴി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് 973 സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യ വികസനത്തിന് കിഫ്ബി ധനസഹായം നിർണായക പങ്കുവച്ചു. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി ചൈന മുതൽ ഓസ്ട്രേലിയ വരെയുള്ള രാജ്യങ്ങളിൽ ഒരു പ്രത്യേക മാർക്കറ്റിംഗ് ആലോചിക്കുന്നതായി വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. ഇതിന്റെ ഭാഗമായി 8 രാജ്യങ്ങളിലെ ടൂർ ഓപ്പറേറ്റർമാർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്നിവർ അടുത്ത മാസം കേരളത്തിലെത്തുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തേക്ക് വിദേശ സഞ്ചാരികൾ കൂടുതൽ വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അതുപോലെ US എന്നിവിടങ്ങളിൽ നിന്നാണ്. നമ്മൾ നിലവിൽ വരുന്നിടങ്ങളിൽ നിന്നും ആളുകൾ വർദ്ധിച്ച് വരുന്നുണ്ടെങ്കിലും ലുക്ക് ഈസ്റ്റ് പോളിസി എന്നുള്ള നിലയിൽ ചൈന മുതൽ ഓസ്ട്രേലിയ വരെ ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടിയുള്ള ഒരു മാർക്കറ്റിംഗ് അനിവാര്യമാണെന്നാണ് പൊതുവെ കാണുന്നത്. അംഗനവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷത്തു നിന്ന് നജീബ് കാന്തപുരവും മറ്റ് 5 പേരുമാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. അംഗനവാടി ജീവനക്കാരെയും ആശമാരെയും സർക്കാർ ക്രൂശിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. കേരളത്തിലെ 60,000-ൽ അധികം വരുന്ന അംഗൻവാടി ജീവനക്കാരുടെ വേതനവും മറ്റാനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അംഗൻവാടി ജീവനക്കാരും സമരം നടത്തുകയാണ്. ഈ സമരം ഇന്ന് 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇന്നലെ ഹൈക്കോടതിയെ സർക്കാർ സമീപിച്ചത് എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. എന്നാൽ അങ്കണവാടി തൊഴിലാളി സംഘടനകളുമായി ചർച്ചകൾ നടത്തിയിരുന്നതായും അങ്കണവാടി വർക്കർമാർക്ക് 13,000 രൂപ വരെയും ഹെൽപ്പർമാർക്ക് 9,000 രൂപ വരെയും ഓണറേറിയമായി നൽകുന്നുണ്ടെന്നും മന്ത്രി P. രാജീവ് മറുപടി പറഞ്ഞു. സാർ, UDF ഭരിക്കുമ്പോൾ അങ്കണവാടി ഹെൽപ്പർമാർക്ക് 5,600 രൂപയായിരുന്നു, വർക്കേഴ്സിന് 5,600, ഹെൽപ്പറിന് 4,100 രൂപ. ഇപ്പൊ എത്രയാ? ഇപ്പോ 13,000 രൂപയും 9,000 രൂപയാക്കി ഉയർത്തിയത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് സാർ. അങ്കണവാടി ജീവനക്കാരുടെ മറ്റ് ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കുന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സാർ, അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യുന്നു.
സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് മന്ത്രി മറുപടി നൽകി. ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാലും അനുബന്ധ കനാലുകളും പുനരുദ്ധരിക്കുന്നതിനും വേമ്പനാട്ട് കായൽ ആഴം കൂട്ടുന്നതിനും നടപടി ആവശ്യപ്പെട്ട് തോമസ് കെ തോമസ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിനും ആലുവയിലെ കേരള വാട്ടർ അതോറിറ്റിയുടെ സ്ഥലത്ത് പുതിയ ജലശുദ്ധീകരണശാല സ്ഥാപിക്കാൻ നടപടി ആവശ്യപ്പെട്ട് TJ വിനോദ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിനും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി പറഞ്ഞു. ഒന്നാം ഘട്ട പ്രവൃത്തിയായ മനക്കേച്ചിറ ഒന്നാംകര ഭാഗം ഒന്നാം കുട്ടനാട് പാക്കേജിൽ 13th ഫിനാൻസ് കമ്മീഷനിൽപ്പെടുത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. EDBയുടെ സ്വകാര്യതയോട് വരുന്ന പദ്ധതിയിൽ പുതിയതായിട്ടൊരു സോഴ്സ് കണ്ടെത്താൻ സാധിക്കാതെ വരുന്നതാണ് ഏറ്റവും വലിയ ആശങ്ക ഉയർന്നത്. അവിടെ 190 MLD പ്ലാൻ ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ് ശാശ്വതമായൊരു പരിഹാരം. ഇന്ന് 11 സബ്മിഷനുകളാണ് സഭയിൽ അവതരിപ്പിച്ചത്. രണ്ടായിരത്തി 25-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ വിവിധ ധനാഭ്യർത്ഥനകൾ സഭ ചർച്ച ചെയ്ത് പാസാക്കി. 20, 25, 30, 31, 32, 38 എന്നീ നമ്പർ ധനാഭ്യർത്ഥനകളിന്മേലാണ് ഇന്ന് ചർച്ച നടന്നത്. 22 അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചർച്ചയ്ക്ക് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകി. ജനപക്ഷത്ത് നിൽക്കാൻ ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു. ഇതിന്മേൽ ആർക്കും ദുഃഖം ഉണ്ടാകേണ്ട കാര്യമില്ല, ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ലെന്ന് ആവർത്തിച്ച് സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ന്യൂനപക്ഷ ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മന്ത്രിമാർ മറുപടി പറയുന്നതിന് മുൻപ് സഭ ബഹിഷ്കരിച്ചു. മുന്നോട്ട് കൊണ്ടുപോകും. പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യങ്ങളുടെ സംരക്ഷണം എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ നയമാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഗതാഗത കൈകാര്യ ചെലവ്, ഗോഡൌൺ വാടക, മറ്റ് അനുബന്ധ ചെലവുകൾ ഈ ഇനത്തിൽ 21 കോടി രൂപ നമ്മൾ ചെലവഴിക്കുന്നതിൽ ഒരു മാസം ചെലവഴിക്കുന്ന 21 കോടിയിൽ വെറും 2.7 കോടി രൂപ മാത്രമാണ് കേന്ദ്ര വിഹിതം നൽകുന്നത്. ക്ഷീര കർഷകർക്കുള്ള ധനസഹായം ഈ സർക്കാരിൻ്റെ കാലത്ത് കർഷകർക്ക് 15,912 പശുക്കളെ വാങ്ങുന്നതിനും 1,728 ഫീഫറുകളെ വാങ്ങുന്നതിനും 1,306 കർഷകർക്ക് കറവയന്ത്രവും 1,501 കർഷകർക്ക് തൊഴുത്ത് നിർമ്മാണവും നവീകരണവും എന്നിവയ്ക്ക് ധനസഹായം നൽകി. എന്നാൽ ആശാവർക്കർമാരുടെ സമരത്തോട് സർക്കാർ അലംഭാവം കാണിക്കുന്നു എന്നാരോപിച്ച് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മന്ത്രിമാർ മറുപടി പറയുന്നതിന് മുൻപ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. We want to register our protest on the floor. ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്രതിഷേധം, ഞങ്ങൾ അത് ബഹിഷ്കരിക്കുന്നു. 2025-26 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിന് അനുവദിക്കുന്ന ഉപക്ഷേപത്തെ പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ധനാഭ്യർത്ഥന പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി വൈകിട്ടോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.